ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിറാക്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹൈനെക്ക് ബ്ലൗസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് 1 മീറ്റർ തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബോട്ടം ഭാഗം നമ്മളൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പീസ് അത് തുണി രണ്ടായിട്ട് തന്നെ മടക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മുടെ ആ മടക്ക് ഭാഗം നമ്മൾ നിൽക്കുന്ന സൈഡിൽ വരണം, അതായത് തേര് വിളുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്. നമ്മൾ ആദ്യം ഇറക്കം മാർക്ക് ചെയ്യണം. ഇറക്കം അളവുകളൊന്നും ഞാൻ പറയുന്നില്ല. അളവുകൾ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഓരോരുത്തർക്കും ഏതാണോ അളവ് ആ അളവിൽ വേണം ചെയ്യാൻ. ഇതൊരു അളവ് ബ്ലൗസിൻ്റെ അളവെടുത്താണ്, ആളിൻ്റെ അളവല്ല. അങ്ങനെ ഇറക്കം ഇതിനകത്ത് നമ്മൾ ചെയ്തേക്കുന്നത് 14.5 ഇഞ്ച് ഇറക്കമാണ്. അതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യണം. ഷോൾഡർ എത്രയാണോ, ഷോൾഡർ ആളിൻ്റെ അളവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഷോൾഡറിന് എടുക്കേണ്ടത്. ഷോൾഡർ ഇപ്പോൾ 10 ഇഞ്ചാണെങ്കിൽ 5 ഇഞ്ച് എന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ 14 ആണെങ്കിൽ 7 ഇഞ്ച്. അതേപോലെ എറുകാൾ മാർക്ക് ചെയ്യുക. ഇതെല്ലാം ഒരു ബ്ലൗസ് തന്നതിൻ്റെ ആ ബ്ലൗസിൻ്റെ അളവെടുത്തതാണ്. അതുകൊണ്ടാണ് അളവുകൾ കൃത്യമായി പറയാത്തത്. അവരവരുടെ അളവ് കൃത്യമായി തന്നെ ചെയ്യണം. കൈക്കുഴി 6.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഒരു 4 ഇഞ്ച് ചായച്ച് മാർക്ക് ചെയ്യണം. നമ്മൾ ഷോൾഡറിൻ്റെ പകുതി ഭാഗത്തോട്ട്, അതായത് ഷോൾഡർ ഇപ്പോൾ 6.5 നമുക്ക് അവിടെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഒരു 3.25 ഇഞ്ചിലോട്ടാണ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് ചായവ് എടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വണ്ണം ഇതിനകത്ത് 40 ഇഞ്ചാണ് വണ്ണം ഉള്ളത്. അതിൻ്റെ 4/1, 40ൻ്റെ 4/1 10 ഇഞ്ച് വണ്ണം. അതായത് നിങ്ങളുടെ ബ്ലൗസിൻ്റെ വണ്ണം എത്രയാണോ ആ വണ്ണം മാർക്ക് ചെയ്തിട്ട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഇടണം. അതേപോലെ തന്നെ ബോട്ടം മാർക്ക് ചെയ്യുക. ബോട്ടം എത്രയാണോ അത്രയും അളവ് മാർക്ക് ചെയ്തതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി. ഇവിടെ നമുക്ക് 34 വണ്ണം, 8.5 ഇഞ്ച് അതിൻ്റെ 4/1, അതിന് കൂടെ 1.5 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പൂടാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ആ മാർക്കിങ്ങുകളെല്ലാം ജോയിൻ ചെയ്യും. നേരത്തെ നമ്മൾ ബ്ലൗസ് മാർക്ക് ചെയ്തിട്ട് കാണിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് കുറച്ചുകൂടെ വേഗം പറഞ്ഞു പോകുന്നത്. ബ്ലൗസൊക്കെ മാർക്ക് ചെയ്യുന്ന അതേ രീതി തന്നെ. നമ്മൾ കൈക്കുഴി മാർക്ക് ചെയ്യുന്നതിന് ആ കൈക്കുഴിയുടെ 6.5 നമ്മൾ താഴ്ച ഇട്ടത്. അതിൻ്റെ പകുതി എടുത്ത് സെൻറ്റർ മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ആ കോണിൽ മാർക്ക് ചെയ്യുക. എന്നിട്ട് കൈക്കുഴി മാർക്ക് ചെയ്യുക. കറക്റ്റ്. എന്നിട്ട് നമ്മൾ അതൊന്ന് അളന്ന് നോക്കണം എത്ര ഉണ്ടെന്ന്. അത്രയാണ് നമുക്ക് സ്ലീവേലും വരേണ്ടത്. അപ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ബാക്ക് പീസിൻ്റെ മാർക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു 4 ഇഞ്ച് ഷോൾഡർ ചായച്ച് കട്ട് ചെയ്യണം. അതിനാണ് ഞാൻ അവിടെ ഒരു 4 ഇഞ്ച് എടുത്തത് മാർക്ക് ചെയ്ത്. നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെയ്യാൻ. പണ്ട് ഇതിനെ അംബികാനക്ക് എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഹൈനെക്ക് എന്ന് പറയുന്ന ഇതിൻ്റെ പേര് നേരത്തെ അംബികാനക്ക് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഇനി ഫ്രണ്ട് പീസ് ഇടുന്നത് നോക്കണം. ഫ്രണ്ട് പീസ് ഇടുമ്പോൾ നമ്മൾ ദാണ്ട് അതേപോലെ എടുത്ത് ബാക്ക് പീസ് വെക്കരുത്. കണ്ട തിരിച്ച് ആ പീസ് ഇട്ടതുപോലെ വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് തുണി ലാഭിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇനി ആ ഓപ്പണുള്ള ഭാഗം, അതായത് തേര് വെളുമ്പിൻ്റെ ഭാഗം നമ്മുടെ സൈഡിൽ വരത്തക്ക പോലെ വേണം ഇടാൻ. നമ്മൾ ബാക്ക് വെട്ടിയ ഭാഗം കിടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് കറക്റ്റ് ചെയ്തിടുക. കറക്റ്റ് ചെയ്തിട്ടിട്ട് തന്നെ ഉണ്ടോ നമുക്ക് അതേപോലെ കിട്ടണം. ആ ഷോൾഡറിൻ്റെ ആ ഭാഗം നമുക്ക് തുണി അതേപോലെ കിട്ടണം. അപ്പം നമുക്ക് തുണി വേസ്റ്റായി പോകാതെ നമുക്ക് കിട്ടും. ഒരു 4 ഇഞ്ച് ഇറക്കി വേണം അതിനും വെക്കാൻ. 4 ഇഞ്ച് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം, നമുക്ക് അവിടെ ഒരു തയ്യൽ തുമ്പ് ഫ്രണ്ട് പീസിൻ്റെ ഫ്രണ്ട് പടി തയ്ക്കണമല്ലോ, അതിൻ്റെയാണ് ഒരു 4 ഇഞ്ച് ഇറക്കി വെക്കുന്നത്. ഒരു മുട്ടുപിന്ന് കുത്തിയാൽ നന്നായി. അതിനുശേഷം നമുക്ക് മുകളിലോട്ടുള്ള അകലം, അതായത് ബാക്ക് പീസിൻ്റെ മുകളിലോട്ട് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ച് മുകളിൽ നിന്ന് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ പടിയുടെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. 3.5 ഇഞ്ച് നമ്മൾ 4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 3.25 വെച്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് അതൊരു സ്ക്വയർ പോലെ വരയ്ക്കുക.
അവിടെ നമ്മളെടുക്കുന്ന 3.25 കാലിഞ്ച് നമ്മൾ പടിക്ക് വേണ്ടിയിട്ട് തയ്യൽ തുമ്പിട്ടത് കൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കാം. അങ്ങനെ 3.25 മുകളിലോട്ട് 3.5 സ്ക്വയർ പോലെ അങ്ങനെ വരയ്ക്കണം. ചതുരം വരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ആ മറ്റേ ബാക്കിയുള്ള ഭാഗമെല്ലാം അതേപോലെ തന്നെയാണ്. പിന്നെ അടിവശം നമ്മൾ കട്ടിങ്ങിൻ്റെ ഭാഗം വരുന്നത് ബോട്ടം ഭാഗം ഒരു 1.5 ഇഞ്ച് കൂടെ അധികം മാർക്ക് ചെയ്തിട്ട് ഇറക്കത്തിനേക്കാൾ നമ്മുടെ ബാക്ക് പീസ് ഇട്ടിട്ടുണ്ട്. ബാക്ക് പീസ് ഇട്ടിട്ട് മുകളിൽ നിന്നാണ് നമ്മളൊരു 3.5 ഇഞ്ച് ഇപ്പോൾ മാർക്ക് ചെയ്തത്. അതേപോലെ തന്നെ ബോട്ടം ഭാഗത്ത് അതിൻ്റെ അടിവശം ഭാഗത്ത് 1.5 ഇഞ്ച് കൂടെ അധികം ഇട്ടിട്ട് ഒന്ന് വരയ്ക്കണം. എന്നിട്ട് നമ്മുടെ ആ ഫ്രണ്ടിൻ്റെ ബോട്ടം ഭാഗത്ത് നമ്മൾ നേരത്തെ ബോട്ടത്തിൻ്റെ 4/1 എടുത്ത് 1.5 ഇഞ്ച് കൂടാണ് തയ്യൽ തുമ്പിട്ടത്. ഇത് അവിടുന്ന് 1.5 ഇഞ്ച് കൂടെ വീണ്ടും അധികം ഇട്ടിട്ട് നേരെയാക്കണം. അത് മുകളിലത്തെ വണ്ണത്തിൻ്റെ അതേപോലെ തന്നെ നേരെ അങ്ങ് വരയ്ക്കുക താഴോട്ട്. എന്നിട്ട് അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുക്കരുത്. എന്നിട്ട് അത് നമുക്ക് ആ ഫ്രണ്ടിലത്തെ ഒരു മാർക്കിങ് ചെയ്യാനുണ്ട്. ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ ഉണ്ടോ, നമ്മൾ ആദ്യം ഇട്ട ഭാഗത്തുനിന്ന് അത് കട്ട് ചെയ്തെടുത്തു. ഉണ്ടോ, ആ കഴുത്തിൻ്റെ ആ ഭാഗം ഒരു ചെറിയ റൗണ്ട് ഇട്ട് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് റൗണ്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ കുറച്ച് ഈസി ആവും. എന്നിട്ട് കട്ട് മാർക്ക് ഇടുക. അതിനുശേഷം ബാക്ക് പീസ് അങ്ങ് മാറ്റുക. ബാക്ക് പീസ് മാറ്റിയിട്ട് ഇനി വേണം നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാൻ. അവിടുന്ന് ഒരു 1.25 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. സൂചി ഞാൻ ഒന്നുകൂടെ കുത്തി വെച്ചാണ്, 2 പീസ് ആയതുകൊണ്ട് മാറിപ്പോയിരിക്കാൻ വേണ്ടി. 1.25 ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്യുക. ഒന്നേകാൽ ഇഞ്ച് അവിടെ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് കഴുത്ത് എത്രയാണോ വേണ്ടത് അത്രയും. നമ്മൾ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന കഴുത്തെന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് കഴുത്തെടുത്തിട്ട്. കഴുത്തകലം വേണ്ടത് 3 ഇഞ്ച്. തയ്യൽ തുമ്പിൻ്റെ ഇതുകൂടെ ഇട്ടതിന് ശേഷം 3.5 ഇഞ്ച് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് മുകളിലത്തെ വരെയും അതുകൂടെ കറക്റ്റായിട്ടൊന്ന് ജോയിൻ്റ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് മുകളിലോട്ട്. അതിനുശേഷം കഴുത്തിൻ്റെ എങ്ങനെയാണോ നമുക്ക് വേണ്ടത്, ഇപ്പോൾ മോഡൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മോഡൽ വരയ്ക്കുക. ഇത് റൗണ്ട് കഴുത്താണ് വരയ്ക്കുന്നത്. ആ റൗണ്ട് കഴുത്ത് അതേപോലെ വരച്ച് മുകളിലേക്ക് എത്തിക്കുക. ഫ്രണ്ട് പീസല്ലേ, ഫ്രണ്ട് പീസാകുമ്പോൾ കൈക്കുഴി ഒരു സ്വല്പം ഒരു 4 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യണം. അതിന് വേണ്ടിയാണ് അത് മാർക്ക് ചെയ്തത്. കഴുത്ത് അതേപോലെ മാർക്ക് ചെയ്തെടുക്കും. അതേ ആ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കഴുത്തൊക്കെ അവരവരുടെ ഇഷ്ടം, ഏത് കഴുത്താണോ വേണ്ടത് അതേ രീതിയിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. കഴുത്ത് അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റൗണ്ട് കഴുത്ത് ചെയ്തെന്ന് മാത്രം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് പീസയിൽ ഒരു സ്വല്പം കൈക്കുഴി ഭാഗം കുഴിച്ച് വെട്ടണം. 4 ഇഞ്ച് മതി, 4 ഇഞ്ച് കുഴിച്ച് വെട്ടിയാൽ. ഇനി നമുക്ക് വേണ്ടത് കട്ടിങ്ങാണ്. കട്ട് ചെയ്യേണ്ടത് കട്ടിങ് ബ്ലൗസ് പോലാണ് തയ്ക്കേണ്ടത്. അതിന് നമ്മൾ ആ അളവ് തന്നിട്ടുള്ള ബ്ലൗസിൻ്റെ അതേ കട്ടിങ് ഉണ്ടെങ്കിൽ അത് അളന്ന് വെക്കുക. ഇത് അതേപോലെയാണ് കട്ട് ചെയ്ത് അവർക്ക് അതേ രീതിയിൽ തന്നെ വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഫ്രണ്ടിൽ 3.25 നമ്മൾ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിട്ട് 4.25 എടുത്തിട്ടുണ്ട്. സെൻറ്റർ 2.5ക്ക് 3.5 ഇട്ടിട്ടുണ്ട്. ആ ബോട്ടം ഭാഗത്ത് അങ്ങ് എൻഡിൽ സൈഡ് തയ്യൽ വരുന്നിടത്ത് 3.5ക്ക് 4.5 ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ണം എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വണ്ണം എടുത്തിട്ടുണ്ട്. ബോട്ടം ഭാഗത്തിന് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിട്ടിട്ട് എടുക്കുക. ബാക്കി ഫുള്ളായിട്ട് നമ്മൾ എടുക്കേണ്ട. നമ്മൾ ഫ്രണ്ട് പീസിന് നമ്മൾ ഫ്രണ്ടിലത്തെ ടക്ക് ഇടാൻ വേണ്ടിയിട്ട് കൂടുതലധികം എടുത്തിട്ടുണ്ട്. അത്രയും നമുക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ ഫ്രണ്ടിലത്തെ വലിയ ടക്ക് ചെയ്തതിന് ശേഷമല്ലേ കട്ടിങ് വെക്കുന്നത്. അതുകൊണ്ട് അത്രയും കട്ടിങ്ങിൻ്റെ കുറച്ച് മതി. അതാണ് ഞാൻ ആ കട്ട് ചെയ്ത് കളഞ്ഞത്. കട്ടിങ് അത്രയായി. ഇനി നമുക്ക് ടക്ക് ഇടേണ്ടതാണ്.
ടക്കിൻ്റെ ഭാഗം പടിയുടെ ഭാഗത്തുനിന്ന് ഒരു 3.25 ഇഞ്ച് മാറ്റിയ മാർക്ക് ചെയ്യേണ്ടത്. 3.25 ഇഞ്ച് ആദ്യത്തെ മാർക്കിങ്. അതിന് ശേഷം ടക്ക് മിനിമം 2 ഇഞ്ചെങ്കിലും വേണം, 2-2.5 ഇഞ്ച് എടുക്കണം. 3.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം പടിയുടെ സെൻറ്റർ ഭാഗത്തൊരെണ്ണം, കൈക്കുഴിയുടെ ഭാഗത്തൊരെണ്ണം, ഇങ്ങനെ 3 ടക്കാണ് വേണ്ടത്. അത് ബ്ലൗസ് നേരത്തെ കട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ കട്ടിങ് അത് നോക്കുക. അത് കാണുമ്പോൾ ആ കട്ട് ചെയ്തേക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് ആദ്യം തന്നെ നമ്മുടെ കൈക്കുഴി, ഫ്രണ്ട് പീസയിൽ എത്രയാണോ കൈക്കുഴി വന്നിട്ടുള്ളത് അതൊന്ന് അളന്ന് നോക്കണം. അതെത്രയാണോ വന്നിട്ടുള്ളത് അത് നമുക്ക് ആ പീസിൽ ഇങ്ങനെ മടക്കി ഇട്ട് കിട്ടണം. എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് 8 ഇഞ്ചാണ്. 8 തയ്യൽ തുമ്പും കറക്റ്റ് ആ അളവിനെടുത്തതിന് ശേഷം ഹാഫ് കൈയാണ് വേണ്ടത്. ഇത് കൈയുടെ നീളം വേണ്ടത് 7.5 ഇഞ്ച് മാത്രം മതി. നമ്മളത് നേരത്തെ കൈയൊക്കെ കട്ട് ചെയ്യുന്നതും സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അതേ രീതിയിൽ തന്നെ. അവിടെ കറക്റ്റ് ആ ഫ്രണ്ട് പീസിൻ്റെ അളവെടുക്കുന്നു. അതിന് ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടു. പിന്നെ ബോട്ടം കൈവണ്ണം ആണ് വേണ്ടത്. കൈവണ്ണം 5 ഇഞ്ചാണ് വേണ്ടത്. 5 പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ. ഇതൊരബദ്ധം പറ്റി, ആ 5.5 ഇഞ്ചിലങ്ങ് മാർക്ക് ചെയ്ത് പോയി കേട്ടോ, തയ്യൽ തുമ്പ് ഇട്ടില്ല. ഒന്നുകൂടെ ഒന്ന് വേണ്ട ശ്രദ്ധിക്കണം, ഞാനത് ഓർക്കാതെ അങ്ങ് മാർക്ക് ചെയ്ത. ഓക്കെ, ഇപ്പോൾ കറക്റ്റായി. മാർക്കിങ് മാറിപ്പോയി, അതാണ്. ഇനി സ്ലീവ് അതേപോലെ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്യുന്നതൊക്കെ ഒരുപാട് സ്ലീവ് കട്ട് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുള്ളവർ അത് പ്രത്യേകം നോക്കുക. അതൊക്കെ ചെയ്തിട്ടുണ്ടായതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും അതൊന്നും ഒരുപാട് പ്രാവശ്യം കൂടുതലായിട്ട് പറയാത്തത്. സെൻറ്റർ കട്ട് മാർക്ക് ഇടുക. എന്നിട്ട് ഫ്രണ്ട് കുഴിച്ച് വെട്ടണം. ഫ്രണ്ട് കുഴിച്ച് വെട്ടുന്ന ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് കുഴിച്ച് കിട്ടുക. 1/4 ഇഞ്ച് ഒരു പോയിൻ്റ് ആയാലും കുഴപ്പമില്ല. അത്രേ ഉള്ളൂ. അതോടെ സ്ലീവിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ കട്ടിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആ കുഴിച്ച് വെട്ടിയ ഭാഗത്താണ് ആ കട്ട് മാർക്ക് ഇട്ടേക്കുന്നത്. കട്ടിങ് മാത്രമേ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ. കാരണം കട്ടിങ്ങും തയ്യലൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് സമയം ആവുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും വീഡിയോ കാണാനും ബുദ്ധിമുട്ട്. ഇത് നമുക്ക് ഫ്രണ്ട്, ബാക്ക്, കട്ടിങ്, സ്ലീവ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.